ഹലോ, ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പറമ്പിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഒത്തിരി മഴയും ഒക്കെ ആയതുകൊണ്ട് കാട് ഒത്തിരി തുലിച്ച് കയറുന്ന സംഭവമാണ്. എത്ര വെട്ടി മാറ്റിയാലും അത് വീണ്ടും വീണ്ടും കിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല. വീണ്ടും ഒരാഴ്ച മാക്സിമം, അത് കഴിഞ്ഞാൽ വീണ്ടും പൊടിക്കും. അപ്പോൾ ഈ ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്, ഈ കാട് വെട്ടുന്നൊരു മെഷീൻ. ആ മെഷീൻ ഉപയോഗിക്കാൻ അറിയാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട്. മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ അവർക്ക് അറിയത്തില്ല. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വയറ് മാറുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓയിൽ ചേഞ്ച് എങ്ങനെയാണ്, അതിൻ്റെ മറ്റുള്ള ഉപയോഗങ്ങൾ ഇളക്കുന്നത് എങ്ങനെയാണ്, ഫിറ്റിങ്സ് എങ്ങനെയാണ്, ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട്, അവർക്കിത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാം, അവർക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് അവരിത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും അവർക്ക്. അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ബ്രഷ് കട്ടർ എൻ്റെ കൈവശമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളും കുറച്ച് ഭാഗങ്ങൾ ഒരു 2-3-4 എപ്പിസോഡായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഒരു പറമ്പിൽ കുറച്ച് പുല്ല് അടിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണാം, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതേ കണ്ടില്ലേ, ഇതാണ് മെഷീൻ. അപ്പോൾ ഈ മെഷീൻ എങ്ങനെയാണ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിൽ ഫസ്റ്റിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്രോൾ ഇതിലെങ്ങനെ ഒഴിക്കാം എന്നതാണ് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പെട്രോൾ ഒഴിക്കുന്ന ടാങ്കാണ്. ഈ ടാങ്ക് ഇടത്തോട്ടാണ് ഇതിൻ്റെ പിരി. ഇടത് ഭാഗത്തേക്ക് തുറക്കുക. ഇടത് ഭാഗത്തേക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് വന്നിട്ട് പെട്രോൾ നമ്മൾ മേടിച്ചിട്ട്, പെട്രോൾ മാത്രമാണ് കേട്ടോ, ഓയിൽ മിക്സ് ചെയ്യാൻ പാടില്ലേ. പെട്രോൾ മേടിച്ചിട്ട് പെട്രോൾ ഇങ്ങനെ ചരിച്ച് കുപ്പിയിൽ ഇങ്ങനെ മെല്ലെ കൈവറയിലില്ലാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്രോൾ നേരെ ടാങ്കിലേക്ക് ചെല്ലും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വേണ്ട. എന്നിട്ട് കുറച്ചാകുമ്പോഴത്തേന് ഈ ഒരു മെഷീൻ ഒന്ന് ഇടത് കൈ കൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ ടാങ്ക് ഫുള്ളായിട്ട് നമുക്ക് പെട്രോൾ ഒഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഗ്യാപ്പായിട്ട് കിടക്കും, ഫുള്ളാവില്ല. ഇപ്പോഴേതാ പൂർണ്ണമായിട്ടും ടാങ്ക് ഫുള്ളായിട്ടുണ്ടേ, ചരിച്ചു കൊടുത്തിട്ടുണ്ട് മെഷീൻ. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ അടപ്പ് നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. വലത്തോട്ടാണ് പിരിയുക കേട്ടോ, വലത് ഭാഗത്തേക്ക് ടൈറ്റ് ആയിട്ടുണ്ടേ. എന്നിട്ട് പെട്രോൾ ഇങ്ങനെ നമ്മൾ അടച്ച് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്, ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊരു പ്ലെയർ, മങ്കി പ്ലെയറോ സാധാരണ രീതിയിലുള്ള ഏതൊരു കട്ടിംഗ് പ്ലെയർ ആയാലും കുഴപ്പമില്ല. ഈ പ്ലെയർ കൊണ്ട് ഇടത്തോട്ടൊന്ന് തൊട്ട് ഇങ്ങനെ പിടിക്കുക. ഇവിടെ സൈഡിലൊരു സംഭവമുണ്ട്, നോക്കുമ്പോൾ കാണാം, വലത് സൈഡിൽ ഓയിൽ ഒഴിക്കുന്ന ഒരു സാധനം. ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ലൂസായിട്ട് കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ തിരിക്കുക. ഇടത്തോട്ട് തിരിച്ച് എന്ന് കഴിഞ്ഞാൽ ഓയിൽ ഇതാവുണ്ട്, നല്ല ഓയിലുണ്ട്. ഓയിലൊന്നും കുറവില്ല. കുറവുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിലുണ്ട്, ധാരാളം ഓയിലുണ്ട്. ഓയിൽ ഒഴിക്കുന്ന എങ്ങനെയാണ് അളവ്, മറ്റുള്ള വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് പറഞ്ഞുതരും. ഇപ്പോൾ ഓയിലുണ്ട്. എന്നിട്ട് ആ മങ്കി പ്ലെയർ കൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, മതി. അടുത്ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്രോള് നേരെ ഇതിൻ്റെ ഈ കാർബറേറ്ററിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അടിയിലൊരു പെട്രോൾ ടാങ്കിൻ്റെ മേൽഭാഗത്തൊരു ബുഷുണ്ട്. ആ ബുഷ് ഒരു പിങ്ക് കളറിൽ ഇരിപ്പുണ്ട്. ഇത് ഹോണ്ടയുടെ മെഷീനാണ്. ഈ മെഷീനിൽ ഇതിലൊരു ബുഷുണ്ട് മേളിൽ. ആ ബുഷ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു 4-5 പ്രാവശ്യം. അത് നമ്മൾ പമ്പ് ചെയ്യുന്നത് പോലെയാണ്, അതൊന്ന് കൊടുക്കുക. അപ്പോൾ ആ പെട്രോൾ നേരെ മേളിലേക്ക് ഓവാസ് വഴി മേളിലേക്ക് വരും. ഒരു 4-5 പ്രാവശ്യം കഴിഞ്ഞു. അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കൈ പിടിക്കുന്ന ഈ ഭാഗത്ത് ഒരു ചുവന്ന സ്വിച്ച് ഇരിപ്പുണ്ട്. ആ ചുവന്ന സ്വിച്ച് ഒന്ന്
അതിൻ്റെ പിന്നിൽ വേറെ ഒരു മഞ്ഞ കളറിലെ സ്വിച്ച് ഇരിപ്പുണ്ട്. ഇതൊരു ഹോണ്ടയുടെ മെഷീൻ ആയതുകൊണ്ടാണ് ഈ സ്വിച്ചിൻ്റെ കളർ ഇങ്ങനെ. മറ്റുള്ള ഓരോ കമ്പനിക്കും ഓരോ കളറാണ്. സ്വിച്ച് അവിടെ ഉണ്ടാവും, പക്ഷേ കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അത് ഞാൻ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു കേബിൾ ഇതിനകത്ത് ഉണ്ട്. വയർ ഇലാസ്റ്റിക് ടൈപ്പാണ്. ഈ കേബിള് ഒന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ കാണാം. ഇങ്ങനെ പിടിക്കുക, ഒന്ന് അടിക്കുക. ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ ദിവസമായി. സ്വന്തം ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ പുറത്ത് ഏതെങ്കിലും വലിയ വർക്കുകൾ കിട്ടുകയാണെങ്കിൽ പോയി ചെയ്ത് കൊടുക്കും. പിന്നെ അത് കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ കുറേ ദിവസമായി, ഒരു 3 മാസത്തോളം കഴിഞ്ഞ് ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്. അതാണ് സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം വരത്തില്ല, ഒറ്റ വരിക്ക് തന്നെ സ്റ്റാർട്ടാവും. ഇതിപ്പോൾ കുറേ ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഇപ്പോൾ മെഷീൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളിതാ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആണ്. മെഷീൻ സ്ലോവിൽ നിൽക്കുന്നുണ്ട്, സെറ്റാണ്. ഇതാണ് സംഭവം. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് അവിടെ ഇതിൻ്റെ കേബിള്, ഇതിൽ ഉപയോഗിക്കുന്ന വയർ എങ്ങനെയാണ് മാറ്റുന്നത് എങ്ങനെയാണെന്നും, അത് ഇളക്കുന്നത് എങ്ങനെയാണെന്നും, അതിലേക്ക് ഗ്രീസ് അടിക്കുന്നത് എങ്ങനെയാണെന്നും അതൊക്കെയുണ്ട്. അതൊക്കെ അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും, കാണിച്ചു തരുന്നത്.